ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനീസ് ബ്യൂട്ടി ടോക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എം കഫീൻ്റെ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ രണ്ട് ഫേസ് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താം. ഒന്ന് എം കഫീൻ കോഫി ഫേസ് സ്ക്രബ് ആൻഡ് എം കഫീൻ കോഫി ഫേസ് മാസ്ക്. ഈ രണ്ട് പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ സ്ക്രബ് ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ്, സ്ക്രബ്, പിന്നെ മാസ്ക്, അതാണ് അതിൻ്റെ ഒരു പോളിഷിങ് ഓർഡർ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞാനൊരു 3 to 4 months ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ശരിക്കൊരു ടാൻ റിമൂവ് ചെയ്യാനാണ് ഈ ഹോൾ പ്രൊസീജിയർ, അതായത് ഒരു പോളിഷിങ് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഈ പോഴ്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമേ ഇതിനെ കൊണ്ടുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു നല്ലൊരു മോയ്സ്ചറൈസർ വെച്ചിട്ട് ഇത് ആഫ്റ്റർ യൂസ് നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്നാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി നെക്സ്റ്റ് ഫേസ് മാസ്ക് പറയുകയാണെങ്കിൽ ഇത് ഞാൻ അധികമായിട്ടില്ല, ഒരു 2 months 1 month അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇത് നമ്മളൊരു 500 എത്രയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റിലുള്ള റിസൾട്ട് ഇതിനില്ല. കാരണം നമ്മളൊരു ഇത്രയും ഒരു റേറ്റിലുള്ളൊരു ഐറ്റം വാങ്ങിയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇതിന് നമുക്ക് ഒരു റിസൾട്ടും ഒരു ചേഞ്ചും ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് കാണുന്നില്ല. ഇനി 3 to 4 days എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളൊരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ചേഞ്ച് ഈ ഒരു മാസ്കിനില്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ലതാണ്. നല്ലൊരു ഫ്രഷ് ആയൊരു ഫീൽ കിട്ടുന്നുണ്ട് ഇതുകൊണ്ട്. ഇത് ഞാൻ അങ്ങനെ അധികം ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഫേസ് മാസ്ക് ആണ് ഇത്. എം കഫീൻ്റെ ബോഡി പോളിഷിങ് കിറ്റാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ് ഇതിൻ്റെ. എം കഫീൻ്റെ മിക്ക പ്രൊഡക്റ്റിൻ്റെ കൂടെ അവർ ഫ്രീ കൊടുക്കുന്ന ഒരു കിറ്റാണ്. ഇതിൻ്റെ അകത്തൊരു ബോഡി സ്ക്രബും ഒരു ചോക്കോ ബട്ടറുമാണുള്ളത്. എം കഫീൻ ചോക്കോ ബോഡി ബട്ടർ, യെസ്, ആൻഡ് കോഫി ബോഡി സ്ക്രബ്. ഇതിൽ ഈ ബോഡി സ്ക്രബിൻ്റെ വലിയ ബോട്ടിൽ എൻ്റെ അടുത്തുണ്ട്. ഞാനത് ഇതുപോലെ തന്നെ ഞാൻ ഫേസ് സ്ക്രബ് പറഞ്ഞല്ലോ, അപ്പോൾ തന്നെ ഞാൻ ഒരുമിച്ചാണ് വാങ്ങിയത്. അതും ഞാനൊരു 3 to 4 months ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മുടെ സ്കിന്നെല്ലാം, നമ്മുടെ ബോഡി എല്ലാം നന്നായിട്ട് പോളിഷ് ചെയ്യാനായിട്ട് ഇത് അടിപൊളിയാണ്. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്ത് നോക്കിയത്. ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല സോഫ്റ്റ് ക്രീമി ടെക്സ്ചറായിട്ടുള്ള നല്ലൊരു ഒരു ചോക്കോ ബട്ടറാണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആവും. നെക്സ്റ്റ് ഞാൻ ഈ ബോഡി സ്ക്രബിൻ്റെ ഒപ്പം ഇനി എന്തായാലും ഇത് വാങ്ങിക്കും. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ പ്ലസ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് കാണാം. ആദ്യം തന്നെ ഫേസ് വാഷ് വെച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്തത് ഖാദി നാച്ചുറൽസിൻ്റെ ഫേസ് വാഷാണ്. നെക്സ്റ്റ് ഞാൻ സ്ക്രബ് എടുത്ത് എൻ്റെ കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഫേസിൽ എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞ് മുഖത്ത് നല്ല നനവ് വേണം, എന്നാലേ നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുഖം ഒരുപാട് തുടച്ച് ഡ്രൈ ആക്കരുത്, കുറച്ച് വെറ്റായിരിക്കണം. ഇനി ഫേസ് മൊത്തം ഒന്ന് റബ്ബ് ചെയ്യുക, ഒരുപാട് പ്രഷർ കൊടുക്കരുത്. ഒരു സർക്കുലർ മോഷനിൽ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിലോട്ട് വേണം മസാജ് ചെയ്യാൻ, ഒരിക്കലും താഴോട്ട് ചെയ്യരുത്. വേണമെങ്കിൽ സൈഡിലേക്കും ചെയ്യാം, പക്ഷെ താഴോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് മുകളിലോട്ട് മസാജ് ചെയ്യുന്നത്. പിന്നെ ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഫേസിൽ മുകളിലോട്ടെന്ന പോലെ തന്നെ കഴുത്തിൽ നമ്മൾ താഴോട്ടാണ് ചെയ്യേണ്ടത് മസാജ്. ഇങ്ങനെ 1 മിനിറ്റോളം മസാജ് ചെയ്യുക. ഫേസ് നല്ല ഫ്രഷ് ആയൊരു ഫീൽ കിട്ടുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ. ഈ ഒരു പോളിഷിങ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്കും കൂടി ഇടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് റോസ് വാട്ടർ അല്ലെങ്കിൽ ടോണർ വെച്ച് എൻ്റെ ബ്രഷ് ഒന്ന് നനയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബ്രഷ് യൂസ് ചെയ്യുന്നുള്ളൂ. മാസ്ക് ഒന്ന് ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോസ് വാട്ടർ വെച്ച് ബ്രഷ് നനച്ചത്. ഇത് നമുക്ക് പൗഡർ ഫോമിലല്ല, ഡയറക്റ്റ് നമുക്ക് കണ്ടെയ്നറിൽ നിന്ന് തന്നെ എടുക്കാം. ഈ മാസ്ക് ഒന്നും വെച്ച് പുറത്തെടുത്ത് മിക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മാസ്കിൽ കുറച്ച് ഗ്രാന്യൂൾസ് ഉണ്ട്, കോഫി ഗ്രാന്യൂൾസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ മൈനർ സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇത് ഒരുപാട് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ബ്രഷ് നനച്ചാൽ മതി, അല്ലെങ്കിൽ കൈ കൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചാൽ മതി.
ഈ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ, അതായത് ഫേസ് വാഷ്, ഫേസ് സ്ക്രബ് ആൻഡ് ഫേസ് മാസ്ക് നമ്മൾ വീക്ക്ലി ഒരു ട്വൈസ് യൂസ് ചെയ്യണം. മാസ്ക് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ബോഡി സ്ക്രബും ബോഡി ബട്ടറും നോക്കാം. ബോഡി ബട്ടർ ഇന്നാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ അകത്ത് വലിയൊരു ഹോള്, പിന്നെ ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നനഞ്ഞ ബോഡിയിൽ വേണം ബോഡി സ്ക്രബ് യൂസ് ചെയ്യാൻ. കുറച്ച് ബോഡി സ്ക്രബ് കയ്യിലെടുക്കുക. എന്നിട്ട് ഞാനത് ഹണി ആയിട്ട് മിക്സ് ചെയ്യാണ്. നമുക്ക് സാധാ വെള്ളമാണെങ്കിലും യൂസ് ചെയ്താൽ മതി. പക്ഷേ ഹണി കുറച്ചുകൂടെ നല്ലതാണ് ടാൻ റിമൂവലിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹണി യൂസ് ചെയ്തത്. ഞാൻ സാധാരണ ഹണിയാണ് യൂസ് ചെയ്യാറ്. അത് ഞാനൊരു സാധാ ഹണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് എന്നിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യുക. ഒരു സർക്കുലർ മോഷനിൽ എന്നിട്ട് മസാജ് ചെയ്യണം. അങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ അത് സ്പ്രെഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു ചെറിയ എമൗണ്ട് വെച്ച് തന്നെ ഹോൾ ഫോർ ഹാൻഡ് കവർ ചെയ്യാൻ പറ്റും. ഈ ബോഡി സ്ക്രബ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് വളരെ നല്ലതാണ്. ഒരുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പോളിഷിങ് പ്രൊഡക്റ്റാണ്. നൈക്കയിലെല്ലാം ഇതൊരു ബെസ്റ്റ് സെല്ലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ബോഡിയിലൊക്കെ വരുന്ന ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ പോകാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ചോക്കോ ബട്ടർ യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ചോക്കോ ബട്ടർ. ഇതെനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഒരുപാട് ഇഷ്ടമായി. വളരെ സ്മൂത്ത്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ്. ഈ മാസ്ക് ഡ്രൈ ആവില്ല, എപ്പോഴും കുറച്ച് ക്രീമി ആയിരിക്കും. അതുകൊണ്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഡ്രൈ ആയില്ലെങ്കിലും നമുക്കിത് വാഷ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഒരു മാസ്കിൽ നിന്ന് ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ പോഴ്സ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇത് ഞാൻ ശരിക്കും ഉപയോഗിച്ച് നോക്കി പറയുന്ന റിവ്യൂ ആണ്, അല്ലാതെ ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ എവിടെ നിന്നും കണ്ട് പറയുന്നതല്ല. എനിക്ക് സ്വയം തോന്നി ഉപയോഗിച്ച് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോഡി സ്ക്രബും ബോഡി ബട്ടറും ആണ്. ഫേസ് പ്രൊഡക്ട്സ് അത്ര പോരാ, എന്നാലും ഫേസ് സ്ക്രബ് കുഴപ്പമില്ല. മാസ്ക് ഞാൻ പറഞ്ഞല്ലോ തീരെ പോരാ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഈ പ്രൊഡക്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എക്സെപ്റ്റ് ഈ കോഫി ഫേസ് മാസ്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബാക്കി എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ്. അത് വാങ്ങി നോക്കുക. നിങ്ങളുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ഈ ഫേസ് സ്ക്രബ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഡെഡ് സ്കിന്നൊക്കെ ഇതാവാനായിട്ട് നല്ല പ്രൊഡക്ട്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ നല്ല സജഷൻസ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.